ഫ്രാൻസിസ് അനുസ്മരണം. എറണാകുളം അതിരൂപത വൈദികരുടെ വേദിയായ അതിരൂപത സംരക്ഷണ സമിതിയും അൽമായ മുന്നേറ്റം അതിരൂപത സമിതിയും സംയുക്തമായി സത്യദീപത്തിൻ്റെ നേതൃത്വത്തിൽ വിശ്വവന്ദിന് പ്രണാമം എന്ന പേരിൽ പോപ്പ് ഫ്രാൻസിസ് അനുസ്മരണം എറണാകുളം ടൗൺ ഹാളിൽ നടന്നു. സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ആഗോള കത്തോലിക്ക സഭയെ സത്യത്തിലും നീതിയിലും കാരുണ്യത്തിലും വിശുദ്ധിയിലും സുതാര്യതയിലും 12 വർഷം നയിച്ച ആർദ്രതയുടെ ആൾരൂപമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശ്വാസികളും വൈദികരും സത്യദീപത്തിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ടൗൺ ഹാളിൽ ഒത്തുചേർന്നു. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി നാനാ തുറകളിൽ നിന്നുള്ളവർ ഒത്തുചേർന്ന് ലോക ചരിത്രത്തിൽ തനതായ മുദ്ര പതിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ചു. എറണാകുളം MP ശ്രീ ഹൈബി ഈഡൻ ഉദ്ഘാടനം ചെയ്ത അനുസ്മരണ യോഗത്തിൽ വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ അധ്യക്ഷനായിരുന്നു. ഫാദർ നിതിൻ പനവേലി ആമുഖ സന്ദേശം നൽകി. ശിവഗിരി മഠം സെക്രട്ടറി സ്വാമി ധർമ്മ ചൈതന്യ പോപ്പ് ഫ്രാൻസിസ് അനുസ്മരണം നടത്തി. S. സതീഷ് CPM ജില്ലാ സെക്രട്ടറി, എറണാകുളം അതിരൂപതയ്ക്കുള്ളിലെ MLAമാരായ അൻവർ സദാത്ത്, TJ വിനോദ്, K. ബാബു, അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സന്യാസിനി സ്വാമിജി ആര്യനന്ദ ദേവി പോപ്പ് ഫ്രാൻസിസിനെ നേരിൽ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവം അനുസ്മരിച്ചു. അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആൻ്റണി സ്വാഗതവും സത്യദീപം ചീഫ് എഡിറ്റർ ഫാദർ മാർട്ടിൻ എടയന്ത്രത്ത് നന്ദിയും പറഞ്ഞു. അൽമായ മുന്നേറ്റം സെക്രട്ടറി PP ജറാദ്, ബോബി ജോൺ, റിജു കാഞ്ഞുകാരൻ, തങ്കച്ചൻ പേരയിൽ, പ്രകാശ് P. ജോൺ, ഷിജോ മാത്യു എന്നിവർ നേതൃത്വം നൽകി. വിവിധ ഇടവകളിൽ നിന്നുള്ള വൈദികരും അൽമായ പ്രതിനിധികളും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. എണ്ണം കുറച്ച് അത്തരം ഡിക്കാസുകളുടെ തലപ്പത്തേക്ക് ആദ്യമായി വനിതകൾ വന്നു, സിസ്റ്റേഴ്സ് വന്നു, അൽമായറായിട്ടുള്ള മനുഷ്യർ വന്നു. എന്ത് പാരഡൈം ഷിഫ്റ്റാണ് അദ്ദേഹം കൊണ്ടുവന്നത്. നമ്മളെല്ലാവരും ആരാധനയോടെ ആദരവോടെ ഓർക്കുന്ന ബെനഡിക്റ്റ് 16-ാം മാർപ്പാപ്പ അനാരോഗ്യം മൂലം രാജിവെച്ചുവെന്നാണ് നമുക്കെല്ലാവർക്കും അറിവുള്ളത്. പക്ഷേ അനാരോഗ്യം മാത്രമല്ല, ഇപ്പം 2013 ആദ്യമായി ഒരാൾ ഏറ്റെടുക്കുമ്പോൾ അത് വെറും പേരല്ല, അതൊരു സ്റ്റേറ്റ്മെന്റാണ്. അതുകൊണ്ട് ഒരു പേരിൽ എന്തിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേരിൽ പലതിരിക്കുന്നു. ആ പേരുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ. സ്നേഹവാന്മാരെ, ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് മേഖലകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്നവർക്കെല്ലാം പറയാനുണ്ടാവും. അതിലേക്കെല്ലാം ഒരു കുഞ്ഞു കിളിവാതിൽ തുറന്നിടുക എന്നത് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ലോകത്തിന് എത്തിച്ചത്? അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ ശൈലി മാറ്റമാണ്. അതുവരെ മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ മനസ്സാക്ഷിയാണെന്നും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണെന്നും ഒക്കെ നമ്മൾ ആദരവോടെ കണ്ടിട്ടുണ്ട്. ആ തലപ്പങ്ങളോ ആ തലകനങ്ങളോ ആ പദവികളോ അദ്ദേഹം സ്വന്തം തലയിൽ ഏറ്റിയിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത്. ഏറ്റവും ആദ്യത്തെ കാഴ്ച നമ്മൾ കാണുന്നത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം അതുവരെ താൻ താമസിച്ചിരുന്ന മുറിക്ക് വാടക കൊടുക്കാനായിട്ട് കറുത്ത ഭാഗം പിടിച്ച് ക്യൂ നിൽക്കുന്ന മാർപ്പാപ്പ. അന്ന് വരെ നമ്മളാരും അങ്ങനെ ഒരു പാപ്പയെ കണ്ടിട്ടില്ല. പിന്നെയും വത്തിക്കാന്റെ ഏറ്റവും മനോഹരമായ സൗകര്യങ്ങളുള്ള ഏറ്റവും ആഡംബരം നിറഞ്ഞ മാർപ്പാപ്പമാർ താമസിക്കുന്ന പാലസ്, ആ പാലസിലേക്ക് അദ്ദേഹം താമസിക്കാൻ പോയില്ല. എനിക്ക് അപ്പുറത്തെ കുഞ്ഞു കെട്ടിടാൻ മതി എന്ന് പറഞ്ഞ് ഒരു സാധാരണക്കാരനെ പോലെ ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നമ്മൾ ആ മുറി കണ്ടു. ഒരു കുഞ്ഞു കെട്ടില്, ഒരു കുരിശുരൂപം, ഒരു മേശ, ഒരു കസേര, ഇത്രയുമായിരുന്നു ലക്ഷ്യം. അങ്ങനെ ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കാൻ അദ്ദേഹം ഓരോ കാര്യങ്ങളും തിരഞ്ഞെടുത്തപ്പോൾ അതൊന്നും പ്രഹസനമായിരുന്നില്ലാവുന്നതാണ്. വളരെ നാച്ചുറലായും വളരെ ജെന്യുവിനായും അദ്ദേഹത്തിൽ നിന്നും പുറത്തേക്ക് വന്ന അദ്ദേഹത്തിന്റെ ലാളിത്യഭാവമാണ്. അതൊരു ആവരണമായിരുന്നില്ല, ഉള്ളിലുള്ളത് തന്നെയായിരുന്നു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ രാത്രിയിൽ തൻ്റെ മുറിക്ക് കാവൽ നിൽക്കുന്ന സ്വിസ് ഗാർഡിന് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന, കാപ്പി തിളപ്പിച്ചു കൊടുക്കുന്ന ഒരു മാർപ്പാപ്പ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം പലവട്ടം നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോൾ അതൊരു സഭയുടെയും ക്രിസ്തുവിന്റെയും മുഖമാണെന്ന് നമുക്ക് തോന്നുന്നത് ബുധനാഴ്ചകളിലെ ഓഡിയൻസിന് ഒരു മാർപ്പാപ്പ വരുന്നു. ആഡംബരങ്ങളുള്ള കാറുകളെല്ലാം വേണ്ടെന്ന് വെച്ച്
പഠിച്ച ഒരു സാധാരണക്കാരൻ. അദ്ദേഹം ആ വരുന്ന മനുഷ്യരെയൊക്കെ ആലിംഗനം ചെയ്യുന്നത്, സ്നേഹത്തോടെ പുൽകുന്നത്, കെട്ടിപ്പിടിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഒരു നോട്ടവും തുടരും പോലും നമ്മുടെ മനസ്സുകളെ സാന്ദ്രമാക്കി. പിരിഞ്ഞത് എന്നുള്ളത് എത്രയോ ഒരു പൂർവ്വജന്മ പുണ്യമായി തന്നെ ഞാൻ കാണുകയാണ്. ഞങ്ങളവിടെ എത്തിച്ചേർന്നപ്പോൾ വത്തിക്കാനിൽ ഇപ്പോൾ പുതുതായി കർദിനാളായി ചുമതലയേറ്റ ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള ജോർജ് പൂവക്കാട്ടിൽ അന്ന് അച്ഛനായി, ഇപ്പോൾ അദ്ദേഹം കർദിനാളായി മാറിയിരിക്കുന്നു. അപ്പോൾ ജോർജ് പൂവക്കാട്ടിൽ അച്ഛനാണ് അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നതും അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുന്നതിന് അവിടെ എല്ലാ ഏർപ്പാടും ചെയ്തു തന്നത്. ഞങ്ങൾ ഏതാണ്ട് 200ഓളം പേർ അടങ്ങുന്ന 180 പേരാണ് ഇവിടെ നിന്ന് പോയത്. അവിടെ എത്തിച്ചേർന്ന ഏതാനും പേർ കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഏതാണ്ട് 200ഓളം പേരടങ്ങുന്ന ഒരു സംഘം ഒരു ഹാളിൽ ചെന്നിരുന്നപ്പോൾ ആ വേദിയിലേക്ക് മാർപ്പാപ്പ വന്നു ചേർന്നത് ശാരീരികമായിട്ടുള്ള അവശതകൾ, രോഗബാധിതനായ ഒരു സന്ദർഭം കൂടിയായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നടന്നാണ് വന്നത്. സാധാരണ ആ സന്ദർഭങ്ങളിലൊക്കെ വീൽ ചെയറിലാണ് മാർപ്പാപ്പ സഞ്ചരിച്ചത്. എങ്കിലും നടന്ന് കൈകൾ ഉയർത്തി ഞങ്ങളെയൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവിടെ വരികയും അവിടെ ഒരു കസേരയിൽ ഇരിക്കുകയും മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം വായിക്കുകയും ചെയ്തു. ആ പ്രസംഗത്തിൽ ഇപ്പോൾ മാർപ്പാപ്പയുടെ മഹത്വത്തെക്കുറിച്ച് സൂചിപ്പിച്ച സന്ദർഭത്തിൽ ഇവിടെ എല്ലാവരും തന്നെ പറഞ്ഞ ഒരു പ്രധാന കാര്യം ഇതര മതങ്ങളോടുള്ള ഒരു പരിഗണനയും എല്ലാ മതങ്ങളിലും സത്യദർശനം ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നൊരു കാഴ്ചപ്പാടും മാർപ്പാപ്പ വെച്ച് പുലർത്തിയിരുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരുദേവനും ഉണ്ടായിരുന്നത്. അദ്വൈതാശ്രമത്തിൽ നടത്തിയ സർവമത സമ്മേളനത്തിൽ എല്ലാ മത പണ്ഡിതന്മാരെയും ഏഷ്യയിൽ വെച്ച് ആദ്യമായി നടന്ന സമ്മേളനമായിരുന്നു അത്. ഒരു വേദിയിലേക്ക് വിളിച്ച് വരുത്തുകയും അവരോട് അതാത് മതങ്ങളിലെ മൂലതത്വങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാനായിട്ട് നിർദ്ദേശിക്കുകയും എല്ലാവരും അതാത് മതങ്ങളിലെ മൂലതത്വങ്ങളെക്കുറിച്ച് അവിടെ പ്രസംഗിച്ചപ്പോൾ ആ സമ്മേളനത്തിൻ്റെ സമാരംഭം കുറിച്ചുകൊണ്ട് ഗുരു നടത്തിയ പ്രഖ്യാപനത്തിൽ ഗുരുദേവൻ പറഞ്ഞത്, ഇവിടെ കേട്ട പ്രസംഗങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു, എല്ലാ മതങ്ങളുടെയും പരമമായ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ശിവഗിരിയിൽ നാം സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന മതമഹാപാഠശാലയിൽ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതാണ്. ഒരുപക്ഷെ ഈ ജോർജ് പൂവക്കാട്ടിൽ അച്ഛൻ മുഖേനയോ അല്ലാതെയോ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ മതസമന്വയത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ദർശനം പരിശുദ്ധ മാർപ്പാപ്പയ്ക്ക് കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് അതിനോടുള്ള ഒരു സഹഭാവം നിലനിൽക്കുന്നത് കൊണ്ട് കൂടിയായിരിക്കണം ഞങ്ങളോട് അത്രയേറെ ഒരു താല്പര്യം മാർപ്പാപ്പ കാണിക്കാൻ ഇടവന്നതും അവിടെ വെച്ച് തന്നെ ഒരു മീറ്റിംഗ് കൂടാൻ അനുമതി നൽകിയതും ആ മീറ്റിങ്ങിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ മതസമന്വയത്തിൻ്റെ ദർശനത്തിന് ഇന്നത്തെ ലോകത്ത് വലിയ പ്രാധാന്യമാണ് ഉള്ളത് എന്ന് അവിടെ വെച്ച് പറയാൻ ഇട വന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമായിട്ട് ഞങ്ങളൊക്കെ കാണുകയാണ്.